ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് PSC സാധാരണ ചോദിക്കുന്ന തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഇന്ന് ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണിൻ്റെ നാശം മൂലമുണ്ടാകുന്ന രോഗം. മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണിൻ്റെ നാശം മൂലമുണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള രാജ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് ഇന്ത്യയിലാണ്. സന്ധികളെക്കുറിച്ചുള്ള പഠനത്തിനു പറയുന്ന പേര്. സന്ധികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ആർത്തറോളജി. ബെനഡിക്ട് ടെസ്റ്റ് എന്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ്? ബെനഡിക്ട് ടെസ്റ്റ് എന്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ്? മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ. ബൊമാൻസ് ഗ്രന്ഥി കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം. ബൊമാൻസ് ഗ്രന്ഥി കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം മൂക്ക്. ദൈനംദിനം പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ. ചൂയിംഗത്തിൽ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ഏത്? ചൂയിംഗത്തിൽ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം കാർബണേറ്റ്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ്. ഒരു മനുഷ്യന്റെ ജീവിതക്രമത്തിൽ 2 പ്രാവശ്യം ഉണ്ടാകുന്ന പല്ലുകളുടെ എണ്ണം എത്ര? 20. മധ്യകർണത്തിലെ ഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത്. ഭാഗങ്ങളിൽ ഉൾപ്പെടുത്താത്തത് കർണപടം. പേശീതന്തുക്കളുടെ കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? പേശീതന്തുക്കളുടെ കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് ഫാസിക്കിളുകൾ. കൃത്രിമ പേസ്മേക്കർ കണ്ടെത്തിയത് ആര്? കൃത്രിമ പേസ്മേക്കർ കണ്ടെത്തിയത് ആര്? വിൽസൺ ഗ്രേറ്റ് ബാച്ച്. ശ്രവണം, രുചി, ഗന്ധം എന്നിവയെക്കുറിച്ചുള്ള പഠനം. ശ്രവണം, രുചി, ഗന്ധം എന്നിവയെക്കുറിച്ചുള്ള പഠനം ഓട്ടോലാരിംഗോളജി. ഒരു വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ 140 mmHg ആണെങ്കിൽ ഇതിൽ Hg സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? മെർക്കുറി. ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീകല. രക്തം നേരിട്ട് കോശത്തിലെ എത്താതെ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന പര്യനം. അടഞ്ഞ രക്തപര്യനം. മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീര അവയവം ഏത്? മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീര അവയവമാണ് ഹൃദയം. ശരീര തുലന നിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാഡി ഏതാണ്? ശരീര തുലന നിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാഡിയാണ് വേസ്റ്റിബുലർ നാഡി. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് ആഹാരത്തിന് ദഹന പ്രക്രിയ പൂർത്തീകരിക്കുന്നത്? ചെറുകുടൽ. ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ്. ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 ലിറ്റർ. ഹൃദയപേശികൾക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ. ഹൃദയപേശികൾക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ കൊറോണറി ആർട്ടറി. ആരോഗ്യമുള്ള കണ്ണിന്റെ നിയർ പോയിന്റിലേക്കുള്ള ദൂരം. ആരോഗ്യമുള്ള കണ്ണിന്റെ നിയർ പോയിന്റിലേക്കുള്ള ദൂരം 25 സെന്റിമീറ്റർ.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് റൈബോസോം. ശരീര താപനില ക്രമീകരിക്കുന്ന അവയവം. ശരീര താപനില ക്രമീകരിക്കുന്ന അവയവം ചർമ്മം. മനുഷ്യ ശരീരത്തിൽ മാറ്റിവെക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യ അവയവം. മനുഷ്യ ശരീരത്തിൽ മാറ്റിവെക്കപ്പെട്ട ആദ്യ മനുഷ്യ അവയവം വൃക്ക. ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത്. ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത് പീതബിന്ദുവിൽ. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം ഹൈപ്പോതലാമസ്. വൃക്കയുടെ ഏത് ഭാഗത്താണ് അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത്? വൃക്കയുടെ ഏത് ഭാഗത്താണ് അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത്? കോർട്ടെക്സ്. മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ. മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥ. മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥ പ്രോസോപഗ്നോസിയ. കാരണം കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങളെ പറയുന്നത്. കാരണം കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങളെ പറയുന്നത് ക്രിപ്റ്റോജനിക്. ശരീരത്തിലെ ആയുധപുര, പട്ടാള ക്യാമ്പ് ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന അവയവം പ്ലീഹ. ഹൃദയം ഒരു തവണ സങ്കോചിക്കുമ്പോൾ ധമനിയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിന്റെ അളവ് 70 ml. മസ്തിഷ്ക വളർച്ച പൂർത്തിയാകുന്ന പ്രായം. മസ്തിഷ്ക വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറച്ചുള്ള മൂലകം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറച്ചുള്ള മൂലകം മഗ്നീഷ്യം. ഏതു ഉമിനീർ ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കമാണ് മുണ്ടിനീർ? ഏതു ഉമിനീർ ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കമാണ് മുണ്ടിനീർ? പരോട്ടിഡ്. വൃക്കയിൽ പ്രവർത്തിച്ച ശരീര ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ആൽഡോസ്റ്റെറോൺ. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷമരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശാന്തം ഗോഗ്ലി കോംപ്ലക്സ്. വളർച്ച കാലഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ സോംറ്റോട്രോപിൻ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളിൽ ഉൾപ്പെടാത്തത് മെലാറ്റോണിൻ. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥ ക്രെറ്റിനിസം. കാൽക്കേനിയസ് അസ്ഥി സ്ഥിതി ചെയ്യുന്ന ശരീരഭാഗം. കാൽക്കേനിയസ് അസ്ഥി സ്ഥിതി ചെയ്യുന്ന ശരീരഭാഗം ഉപ്പുറ്റി. ഗർഭാശയത്തിലെ മിനുസപേശികളെ സംയോജിപ്പിച്ച് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങളെയും ബി കോശങ്ങളെയും സംഭരിക്കുന്നത് വെളുത്ത പൾപ്പ് കലകൾ.
മൂത്രത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ്? മൂത്രത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 96%. സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴൽ അറിയപ്പെടുന്നത്? ശ്വാസനാളം.